2024 ഏപ്രിൽ 20 അന്നുവരെ നടത്തിപ്പോന്ന തൃശൂർ പൂരത്തിന് മുകളിൽ ആശങ്കയുടെ കുട വിരിഞ്ഞത് അന്നാണ്. ആർക്കുവേണ്ടിയാണ് പോലീസിന്റെ ഈ തീക്കളിയെന്ന് അന്നേ പലരും ഉറക്കെ ചോദിച്ചതാണ്. ആരൊക്കെയോ എഴുതി തുടങ്ങിയ കഥയുടെ പ്രധാന ഭാഗമാണതെന്ന് അന്നേ ചോദ്യമുയർന്നതാണ്. 2024 ജൂൺ 4 വീണ്ടും ആ ചോദ്യങ്ങൾ ഉയർന്നു കേട്ടു. ചരിത്രത്തിലാദ്യമായി BJP ലോക്സഭാ സീറ്റ് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി തന്നെ ചോദിച്ചു, പൂരം കലക്കിയതാരാണ്, എന്തിനാണ്, ആർക്കുവേണ്ടിയാണ്? 2024 സെപ്റ്റംബർ 3, അതായത് ഇന്ന് അതേ സ്ഥാനാർത്ഥിയിൽ നിന്നും VS സുനിൽകുമാറിൽ നിന്നും അതേ ചോദ്യങ്ങൾ ഉയർന്നു. ഒപ്പം മറ്റൊരു ചോദ്യവും, 4 മാസമായിട്ടും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്താണ്? സംസ്ഥാനത്തെ അധികാര കേന്ദ്രത്തിലെ ഇടനാഴികളിൽ 2 തരം ത്രയങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് PV അൻവർ, KT ജലീൽ, കാരാട്ട് റസാഖ് എന്ന സഹയാത്രിക ത്രയം. മറ്റൊന്ന് സ്വന്തം MLA ആരോപിക്കാവുന്ന കുറ്റങ്ങളെല്ലാം ഒരു ഉദ്യോഗസ്ഥനിൽ ആരോപിച്ചിട്ടും അയാൾക്ക് സംരക്ഷണ കവചം തീർത്ത മുഖ്യമന്ത്രിയും P ശശിയും MR അജിത് കുമാറും ചേർന്ന അച്ചുതണ്ട്. ഗാന്ധീവം വില്ല് പോലെ ഉറച്ച ആ വില്ലിൽ തട്ടി തകർന്നോ അൻവറിന്റെ ആക്രമണോത്സുകത എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോഴും P ശശി എന്ന ആരും തൊടാൻ മടിക്കുന്ന നേതാവിനെ ഒന്ന് കുലുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അൻവറിന്. അപ്പോൾ ലക്ഷ്യം ശശിയായിരുന്നു. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി രാജു P നായർ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് RS രാജീവ് BJPയിൽ നിന്നും, NP ബാലകൃഷ്ണൻ റിട്ടയർഡ് ഇന്റലിജൻസ് SP എന്നിവരാണുള്ളത്. അതോടൊപ്പം തന്നെ VS സുനിൽകുമാറും അല്പനേരം നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ഞാൻ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം VS സുനിൽകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ VS സുനിൽകുമാർ, സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കിയത് MR അജിത് കുമാർ എന്ന അൻവറിന്റെ ആരോപണം താങ്കൾ ശരിവെക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ആരോപണം എനിക്ക് ഉന്നയിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് എനിക്ക് ബോധ്യപ്പെടും വിധത്തിലുള്ളൊരു തെളിവോ അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേട്ടു എന്നല്ലാതെ അങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഈ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നുള്ളത്. കാരണം പലതരത്തിലുള്ള ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് തന്നെ പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല ചർച്ചകളുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്ന ചർച്ചകളുണ്ട്, സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ചർച്ചകളുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പോലീസിൻ്റെ ഉന്നതതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം എന്താണ് പൂരത്തിന് സംഭവിച്ചത്, പൂരം അലങ്കോലപ്പെടുത്താനിടയാക്കിയിട്ടുള്ള സാഹചര്യം എന്താണ്, അതിന് പിന്നിൽ ഏതെങ്കിലും വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യം അതിനകത്തുണ്ടായിട്ടുണ്ടോ തുടങ്ങി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്താണല്ലോ ഈ തൃശ്ശൂർ പൂരം നടന്നിട്ടുള്ളത്. മുമ്പും ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ പൂരം നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത വിധത്തിൽ ഈ ഇലക്ഷനിൽ മാത്രം ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടായി. അത് വളരെ ഗൗരവപരമായ കാര്യമാണ്. അതിനുശേഷം അവിടെ നാടകീയമായ രീതിയിൽ അവിടെ BJP സ്ഥാനാർത്ഥി RSSൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും സംസ്ഥാന നേതാക്കന്മാർ, അത് ഇവിടെയുള്ള ആൾക്കാരല്ല, സംസ്ഥാന നേതാക്കന്മാരുടെ അകമ്പടിയോടുകൂടി സേവാഭാരതിയുടെ ആംബുലൻസിൽ നാടകീയമായി രംഗത്ത് വരുന്നു, ഇടപെടുന്നു, പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു. എല്ലാ മീഡിയകളും കൂടി ചേർന്ന് വളരെ വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെല്ലാം തന്നെ ഇപ്പോൾ BJPക്കാർ ഇപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളൊക്കെ പൂരത്തിന് എതിരായിട്ടുള്ള ആൾക്കാരാണ്, പൂരം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന പ്രചരണം അതിൻ്റെ പിറകെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്കൊരു ജനവികാരം നമുക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർ അതൊരു ആയുധമായി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ യാദൃശ്ചികമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു കൂടിയാലോചനയോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയോ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇനി സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അന്വേഷണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആര് പ്രവർത്തിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനം. താങ്കൾ അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ 1 മാസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ 4 മാസം വൈകുന്നു. അപ്പോൾ അതിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് അൻവർ പറയുമ്പോൾ താങ്കളും അത് അങ്ങനെ ആ രൂപത്തിൽ സംശയിക്കുന്നുണ്ടോ, അത് ഉറപ്പാക്കുന്നുണ്ടോ?
അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോഴാണല്ലോ വന്നിരിക്കുന്നത്. അന്നിപ്പോൾ ആരും അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നൊരു ഉന്നതതല അന്വേഷണം അല്ല അത്. ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഉന്നതതല അന്വേഷണ സമിതിയാണ്. അപ്പോൾ ഞാൻ വിശ്വാസത്തിലെടുക്കുന്ന മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവൺമെൻറ് വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി നിതാന്ത ജാഗ്രതയോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2019 നടന്നിട്ടുള്ള പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ വിഷയത്തിൽ ആനകൾ എഴുന്നള്ളിക്കുന്ന പ്രശ്നങ്ങളിൽ ഈവൻ പിന്നെ എന്താണ് നമ്മുടെ രാമനെ എഴുന്നള്ളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിലുണ്ടായ തടസ്സങ്ങളൊക്കെ അന്നത്തെ MLA ഇവിടുത്തെ ഞാനായിരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പൂരങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പുറ്റിങ്ങൽ വെടിക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ വെടിക്കെട്ടുകളും നടക്കാതിരുന്നപ്പോഴും ഇവിടെ മാത്രം വെടിക്കെട്ട് നടന്നതിന് കാരണവും അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ ഇടപെടലാണ്. ബഹുമാനോട് മുഖ്യമന്ത്രി അന്ന് ഇവിടെ നേരിട്ട് പൂരവും വെടിക്കെട്ടും കാണാൻ വരികയും പൂരത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു സത്യസന്ധമായ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കും, അനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ. ജനാധിപത്യ മുന്നണിയുടെ ജയപരാജയത്തിന്റെ മാത്രം പ്രശ്നമല്ല. അന്ന് തന്നെ SPയെ സ്ഥലം മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചതാണല്ലോ. അന്ന് SPയെ ഉടനെ സ്ഥലം മാറ്റാതിരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു. അദ്ദേഹം മലയാളിയാണോ എന്ന സംശയമൊക്കെ അന്ന് ഉയർന്നത്. പക്ഷേ അദ്ദേഹം മലയാളിയാണ്, കൊല്ലം സ്വദേശിയാണ്. അപ്പോൾ പൂരം നടത്തിപ്പ് അറിയാത്ത വ്യക്തിയല്ല. പൂരപ്രേമികളെ സർക്കാരിന് എതിരാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയായിരുന്നു എന്ന സംശയം കുറച്ചുകൂടി ബലപ്പെടുകയല്ലേ? അല്ല, അതുതന്നെയാണല്ലോ ഞാനീ പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുളാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം. അതിനകത്തുണ്ടായിരുന്നു. അതിൽ ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതെന്നുള്ള കാര്യത്തെപ്പറ്റി ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വസ്തുതയായിട്ട് ഞങ്ങൾ അറിയണം. അതറിയണമെങ്കിൽ ഒരു അന്വേഷണം വേണമല്ലോ. അന്വേഷണം ഇപ്പം നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ പിന്നെ ചില സംഘടനകൾ വസ്തുത അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നടത്തിയ അന്വേഷണങ്ങൾ പലതും ഉണ്ടാവാം. അത് ചിലപ്പോൾ നമുക്ക് വിശ്വാസം എടുക്കണമെന്നില്ല. വിശ്വാസം ഉണ്ടാവുന്ന ഏതാണ്? ഔദ്യോഗികമായി നടക്കുന്ന അന്വേഷണമാണ്. ആ ഔദ്യോഗികമായ അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ആ അന്വേഷണം പുറത്തു വന്നാലേ നമുക്കത് ഡിലേ ആയി എന്നുള്ളൊരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഡിലേ ആയി എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ട് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. അത് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. തൃശ്ശൂരിൽ താങ്കൾ പരാജയപ്പെട്ടതിന് കാരണം തൃശ്ശൂർ പൂര ദിവസം ഉണ്ടായ സംഭവം തന്നെയാണോ? അല്ല, പരാജയത്തിന് പല കാരണങ്ങൾ. അതിലൊരു ഇപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിരുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് പരിശോധിച്ചാൽ തൃശ്ശൂർ പൂരം തൃശ്ശൂരിലെ മൊത്തം ജനങ്ങളും കേരളത്തിലെ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്നൊരു സംഭവമാണ്. അപ്പം അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി പലതും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്യും അല്ല ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ നമ്മളാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനെ സഹായിക്കല്ലാതെ അതിനോട് എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ തൃശ്ശൂരിലുണ്ടാവും. പക്ഷെ അന്ന് നടന്ന ചർച്ച എന്തായിരുന്നു? അന്ന് ആവശ്യമില്ലാത്ത മോശപ്പെട്ട ചർച്ചകളൊക്കെ അന്ന് ഈ പൂരത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്നു. പല രീതിയിൽ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ നോക്കി. പൂരത്തിൻ്റെ ഈ തൃശ്ശൂർ പൂരത്തിന് ഉള്ള കാര്യം, അതിനകത്ത് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, ആചാരപരമായ കാര്യങ്ങളുണ്ട്. ശക്തൻ തമ്പുരാൻ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ മേളങ്ങളുടെയും മറ്റ് കലകളുടെയും ഒരു സംഗമം പോലെയുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പിന്നെ മിക്സിംഗ് ആണ് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടനാ വൈഭവമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി പ്രയത്നിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം വിജയിപ്പിക്കാറുള്ളത്. അങ്ങനെ ഒരു പൂരത്തെ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ ഇടയിൽ നടക്കുമ്പോൾ അതിനെയും കൂടി അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയോ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. തീർച്ചയായും മുന്നണിക്ക് സീറ്റ് നഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. അത്ര ഗൗരവത്തിൽ സർക്കാർ എടുക്കേണ്ട വിഷയമാണ്. പക്ഷേ ആ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ BJP CPM ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. അതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? അത്തരം ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതൊക്കെ എനിക്ക് കുറേ ആരോപണം അങ്ങോട്ട് ഉന്നയിക്കേണ്ടത് ഞാനിപ്പോൾ ഒന്നും ഇപ്പോൾ പറയുന്നില്ലല്ലോ.
ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേണൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയല്ലല്ലോ ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ അതിനെപ്പറ്റി ആരോപണങ്ങൾ എന്തൊക്കെ ആരോപണം ഉന്നയിക്കാൻ പറ്റും? ഈ ഒന്നാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് എങ്ങനെ മൂന്നാം സ്ഥാനത്ത് പോയെന്നുള്ള ആരോപണം ഉന്നയിക്കണ്ടേ? അങ്ങനെയും കുറേ ആരോപണം ഉണ്ടല്ലോ. ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടിനുണ്ടായിരിക്കുന്ന വർധനവല്ല ഉണ്ടായിട്ടില്ല, കുറവുണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ അങ്ങനെ ചർച്ചയിലേക്കൊന്നും പോകണ്ടെന്ന്. അല്ല, എനിക്കതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യം ഇനി സർക്കാർ ഗൗരവത്തിലായി എടുക്കാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നല്ല അവസരമാണ്. നമുക്കിത് പിന്നെ മുടക്കം കൂടാതെ സത്യം പുറത്തു വരട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം, ഇതിൽ കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലൊന്നും ഇതിനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. തൃശ്ശൂരിലെ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ, കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നൊരു കാര്യം, മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. അത്ര ചർച്ചയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അതിനുവേണ്ട ചർച്ചകൾ വെച്ചോളൂ, ഞാൻ വേണമെങ്കിൽ പങ്കെടുത്ത് പറയാം. ശരി, വലിയ ആരോപണങ്ങളാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റാതെ തന്നെയുള്ളൊരു അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട് താങ്കൾക്ക്? അല്ല, അത് ഇപ്പോൾ ADGPക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഈ തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടത്. ബാക്കി വരുന്ന കാര്യങ്ങളും എൻ്റെ ഈ ചർച്ചയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതിൻ്റെ വഴിക്ക് ഗവൺമെൻറ് ചർച്ചയിലൂടെ അല്ലെങ്കിൽ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോട്ടെ. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഒരു അഭിപ്രായം പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ അതിന് ചുമതലപ്പെട്ട ആളല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട ആൾക്കാർ അഭിപ്രായം പറയട്ടെ. ഞാനിപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലൊരു ഞാനതിലൊരു കക്ഷിയാണ്. നേരിട്ട് അതിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിധേയപ്പെട്ടിട്ടുള്ളൊരു കക്ഷി എന്ന നിലയിൽ ഞാൻ പറയാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ടെന്നുള്ളത് മാത്രം ഞാൻ ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കുന്നതാണ്. ബാക്കി വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായ ഒരുപാട് ഇഷ്യൂസ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാനതിനകത്ത് ഒരു പാർട്ടിയെ പ്രദാനം ചെയ്തുകൊണ്ട് ഒരു വേദിയിൽ വന്നിരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത് ഇപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായും താങ്കൾക്കൊരു വ്യത്യസ്ത നിലപാടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടി പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലും CPIയുടെ നിലപാട് മുന്നണിയിൽ അറിയിക്കുമോ? മുന്നണിക്ക് ഇപ്പോൾ ഇതിനകത്ത് അഭിപ്രായ വ്യത്യസ്തം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കാരണം മുന്നണിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിനൊന്നും ബാധിക്കുന്ന വിഷയമല്ലത്. കാരണം ഇതിനകത്ത് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ അഭിപ്രായം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ പറയും, മുന്നണിക്കകത്തൊന്നും ഒരു വിഷയമായിട്ട് വരുന്ന കാര്യമില്ല. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ഇത് എത്രയും വേഗം പുറത്തു വിടണം എന്ന് പറയാം. അതിന് കാരണം ഇതാണ്, ഒരുപക്ഷെ ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിലേക്കോ മാത്രമായിട്ട് കേന്ദ്രീകരിക്കേണ്ട വിഷയമല്ലത്. ഇതിൽ ആര് ഇൻവോൾവ് ആയെന്ന് നമുക്കിപ്പോഴും വ്യക്തതയിൽ പറയാൻ പറ്റാത്ത കണ്ടീഷനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പൂരം നിർത്തിവെക്കുകയാണ്. ആരെ നിർത്തിവെക്കുന്നത്? ആ നിർത്തിവെക്കുന്നതിൽ സംഘാടകർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ? അതുകൊണ്ട് അറിയണ്ടേ? എല്ലാവരും അറിഞ്ഞിട്ടാണോ നിർത്തിവെച്ചത്? അതറിയേണ്ടത് VS സുനിൽകുമാർ മാത്രമല്ലല്ലോ, സർക്കാരിനും അറിയേണ്ടതാണ്, ഇടതുപക്ഷം മൊത്തം അറിയേണ്ടതാണ്, മുഖ്യമന്ത്രിയും അറിയേണ്ടതാണ്. അപ്പോൾ ആ അന്വേഷണം 4 മാസമായിട്ടും ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ എന്തായാലും ഒരു മെയിൽ അയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ് VS സുനിൽകുമാർ പറയുന്നത്. വളരെ നന്ദി ശ്രീ VS സുനിൽകുമാർ. ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചൊരു പൊതുവായ ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് ആദ്യം പോയത്. രാജു P. നായർ, ഇന്നിപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ അറിയാമല്ലോ. രാവിലെ 12:10 മുഖ്യമന്ത്രി അൻവറിന്റെ കൂടിക്കാഴ്ച. 12:58 അദ്ദേഹം മടങ്ങുന്നു. 45 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ 25 മിനിറ്റും P. ശശിയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായ വിവരം. മുഖ്യമന്ത്രിയും അൻവറും മാത്രമായിരുന്ന കൂടിക്കാഴ്ച കൂടിയായിരുന്നു അത് എന്നുള്ളതിൻ്റെ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അൻവർ കീഴടങ്ങി, അൻവർ പരാജയപ്പെട്ടു, അൻവർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നടപടിയാകുന്നില്ല എന്ന ഒരു ആലോചനയിലേക്ക് കോൺഗ്രസ് എത്തുന്നത്? അങ്ങനെയാണ് ഇപ്പോൾ നാലുപാട് നിന്നും പ്രതികരണങ്ങൾ വരുന്നത്. അതിനൊരു ഘട്ടമായോ? സ്മൃതി, ഇന്നലെ നമ്മൾ ഇതേ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഞാനപ്പോൾ പഞ്ചാബി ഹൗസിലെ ഒരു രംഗം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ടുണ്ടായ ആരോപണങ്ങളിൽ ആർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? PV അൻവറിന് യാതൊരു കുഴപ്പമില്ല.
ADGP അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ ഉള്ളത് P. ശശി മാത്രമാണ്. P. ശശിയെ സംബന്ധിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. ഇവിടെ അല്പം മുമ്പ് VC സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇത് തുടങ്ങുന്നത് EP ജയരാജൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതിനകത്തുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. ശ്രീ VS സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നു അത് തന്നെയല്ലേ? EP ജയരാജൻ ഉൾപ്പെടെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഡീൽ എന്തായിരുന്നു? ആ ഡീലിൽ ADGP അജിത് കുമാറിന് റോൾ ഉണ്ടായിരുന്നു, കമ്മീഷണർക്ക് റോൾ ഉണ്ടായിരുന്നു, EP ജയരാജന് റോൾ ഉണ്ടായിരുന്നു, പിണറായി വിജയന് റോൾ ഉണ്ടായിരുന്നു. അത് കൃത്യമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും കൊടുത്തുകൊണ്ട് തൻ്റെ കേസുകളെ മുഴുവൻ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറയും. ഞാനത് അടുത്ത ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ അത് പറയാം. ഇതെല്ലാം സംഭവിച്ചില്ലേ? ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം മലയാളികൾ അരിയാഹാരം കഴിയാത്ത വിഡ്ഢികളാണ് മലയാളികളെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയമായി ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ BJP തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കരുത്ത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ BJPയുടെ വോട്ട് വിഹിതം കൂട്ടിക്കൊടുത്താൽ തങ്ങൾക്ക് ഇനിയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് പിണറായി വിജയന്റെ കരുത്ത്. പക്ഷേ കൂടെ ഇരുന്ന വിഭാഗങ്ങൾ പുറത്തേക്ക് പോയത് അറിഞ്ഞില്ല. ഇനി നോക്കൂ, ഇതിന് ഞാൻ ഒരു പശ്ചാത്തലം ഒരുക്കാൻ പറയാം. BJP എവിടെയാണ് ഈ വിവാദത്തിൽ? 2 IPS ഓഫീസർമാർക്കെതിരെ ഉയർന്നിരിക്കുന്ന കുറ്റം വളരെ ഗുരുതരമാണ്. എന്താ? സ്വർണം പൊട്ടിക്കൽ, രാജ്യവിരുദ്ധ പ്രവർത്തനം മുതൽ ഭീകരവാദ ബന്ധം വരെ ആരോപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു ഭരണകക്ഷി MLA പറഞ്ഞു ഇല്ലേ? എന്തുകൊണ്ട് BJP ഇതുവരെ അനങ്ങിയിട്ടില്ല? ശിവശങ്കറിനെതിരെ എടുത്ത നടപടിയേക്കാൾ ഗുരുതരമായ കുറ്റങ്ങൾ ഇന്ന് IPS ഓഫീസർമാർക്കെതിരെ നിൽക്കുകയല്ലേ? EDയുടെ അന്വേഷണം എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ല? ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്ക് ഭീകരവാദ ബന്ധം വരെ ഉണ്ടെന്നാണ് MLA പറഞ്ഞു വെച്ചത്. എന്തേ BJP അനങ്ങുന്നില്ല? മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. എന്ത് നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് BJP പറയുന്നതിനപ്പുറം ഭരണപരമായി ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളില്ലേ? ഭരണപരമായി ചെയ്യാൻ കഴിയുന്ന ഫോൺ ചോർത്തൽ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഭീകരമായ കുറ്റം നടന്നു എന്നല്ലേ പറയുന്നത്? IPS ഓഫീസർമാർ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ പരിധിയിലുള്ളവരല്ലേ? അവർ ഭീകരബന്ധം വരെ പറയാൻ കൊലപാതകം നടത്തി, സ്വർണം പൊട്ടിക്കൽ നടത്തി, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ എന്തുകൊണ്ട് BJP അനങ്ങുന്നില്ല? ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇന്ന് ഈ വിവാദത്തിനെല്ലാം മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയനെതിരെ വരാവുന്ന ശബ്ദങ്ങളെ മുഴുവൻ EP ജയരാജനെ മുതൽ ഇങ്ങോട്ടേക്ക് ഇല്ലാതെയാക്കുകയാണ്. EP ജയരാജൻ ഞാൻ ചോദിക്കട്ടെ, ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇതിൽ PV അൻവറിന്റെ റോൾ എന്താണെന്നാണ് അജിത് കുമാറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു. രാജു P. നായർ, ഇതിൽ PV അൻവറിന്റെ റോൾ എന്താണെന്നാണ് താങ്കൾ കാണുന്നത്? കോടാലിയാണ്. PV അൻവർ വെറും കോടാലിയാണ്, ആയുധം മാത്രമാണ്. പിണറായി വിജയൻ പറയാതെ PV അൻവർ ഒന്നും ചെയ്യില്ല. പിണറായി വിജയൻ PV അൻവറിന് ചിറകിനകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് നോക്കൂ, ഈ കഴിഞ്ഞ ഇത്രയും വർഷം CPMന്റെ MLA-മാർക്ക് ആർക്കും PV അൻവറിനും KT ജലീലിനും കിട്ടിയ പ്രിവിലേജ് ഉണ്ടോ? മലപ്പുറത്തു നിന്ന് 3 MLA-മാർ, 2 MLA-മാരും ഒരു മുൻ MLA-യും റസാഖ് ഉൾപ്പെടെ, കാരാട്ട് റസാഖ് ഉൾപ്പെടെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നോക്കൂ. എന്തുകൊണ്ടാണ് CPMന്റെ മുഴുവൻ സംവിധാനം 3 ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ചരിത്രത്തിൽ ഒരിക്കലും പറയാത്ത ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയാണ്? എന്തുകൊണ്ട് ചർച്ചകളിലേക്ക് CPM വരുന്നില്ല? CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് മൗനമായിട്ട് ഇരിക്കാൻ സാധിക്കുമോ? അപ്പോൾ MV ഗോവിന്ദൻ മുതൽ പാർട്ടിയുടെ മുഴുവൻ ഫംഗ്ഷണറിക്ക്, പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങൾക്ക് മുഴുവൻ കൃത്യമായ മെസ്സേജ് പോയി കഴിഞ്ഞിരിക്കുന്നു. അധോലോക നായകൻ മെസ്സേജ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ തലവൻ ആ മെസ്സേജ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ, ഡെഫനിങ് സൈലൻസ് എന്ന് പറയില്ലേ, കാതടപ്പിക്കുന്ന നിശബ്ദത. ആ കാതടപ്പിക്കുന്ന നിശബ്ദതയാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറയുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ രാജു P. നായർ? കാരണം ഈ വിഷയത്തിൽ നേരത്തെ
ഇന്നലെ തന്നെ MP ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും പ്രതികരണം തേടുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും പാർട്ടി എന്നാണ് MP ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ TP രാമകൃഷ്ണനും LDF കൺവീനറും അൻവർ പറഞ്ഞത് ഗൗരവത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പരിശോധിക്കുമെന്നും P ശശിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളും പരിശോധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒടിച്ചോടുന്നില്ല, ശരിയാണ്, ചർച്ചയ്ക്കൊന്നും ആരെയും വിടുന്നില്ല. പുറത്തേക്ക് പ്രതികരിക്കാൻ PV അൻവറും ഈ പറഞ്ഞതുപോലെ മലപ്പുറത്തെ ഇടത് സഹയാത്രികരായ മറ്റ് MLA മാരും മുൻ MLA എത്തുന്നു. P ശശിക്കെതിരെ നേരെ അമ്പ് ചെയ്യാൻ വേണ്ടി കാരാട്ട് റസാഖ് എത്തുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പൂർണ്ണമായും മൗനമാണ് എന്ന് പറയാമോ? നേതൃത്വത്തിന്റെ പ്രതികരണം വരുന്നത് P ശശിക്കെതിരാണ് എന്ന സൂചനകൾ കൂടിയില്ലേ? സ്മൃതി, MV ഗോവിന്ദൻ പറയുന്ന ഗൗരവം എന്താണ്? MV ഗോവിന്ദൻ പറയുന്ന ഗൗരവം? MV ഗോവിന്ദൻ മുൻപ് പറഞ്ഞ 2-3 തവണയായി പറഞ്ഞ ഗൗരവത്തിനൊടുവിലാണ് EP LDF കൺവീനർ സ്ഥാനത്തു നിന്നും മാറിയത് എന്ന് താങ്കൾ ഓർക്കണം. ശരി, അത് രാഷ്ട്രീയം. ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ. MV ഗോവിന്ദൻ പറയുന്ന ഗൗരവം എന്ന് പറയുന്നത് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡറിന് ചുമതലയുള്ള ADGP ഒരു കുറ്റവാളിയാണെന്നും കൊലപാതകിയാണെന്നും ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളാണെന്നും ദാവൂദ് ഇബ്രാഹിമാണ് പറഞ്ഞാണ്, ഇല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ചുമതലയുള്ള പോലീസിന്റെ ADGP തലത്ത് ഇന്ന് ഭരണകക്ഷി MLA പറഞ്ഞ ഗൗരവമായ ആരോപണം നേരിടുന്നാൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്ത് ഗൗരവമാണ് സ്മൃതി അങ്ങ് കാണുന്നത്? അത്രമാത്രം നിഷ്കളങ്കരാവാ നമുക്ക്. മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഗൗരവമാണെന്ന് പറഞ്ഞാൽ ഗൗരവമാവുമോ? ഈ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ഇന്നും ആ കൊലപാതകിയുടെ കയ്യിലിരിക്കുക. അതല്ലേ ഞാൻ പറയുന്നതല്ല, PV എന്നവർ പറയുകയാണ്. കൊലപാതകിയുടെ കയ്യിൽ, കേരളത്തിന്റെ ദാവൂദ് ഇബ്രാഹിമിന്റെ കയ്യിൽ കേരളത്തിന്റെ മുഴുവൻ നിയമ സംവിധാനം ഇരിക്കുകയാണ്, ഇല്ലേ? എന്നിട്ട് അവിടെ അന്വേഷണം നടത്തുന്നു. ആരാ അന്വേഷണം നടത്തുന്നത്? അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസർമാർ, ADGPയോട് റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസർമാർ. M ജയചന്ദ്രൻ, ഇന്നിപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തേക്ക് വരുന്നത് തനിക്ക് ചില ഉറപ്പുകൾ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടിക്കാഴ്ച 1 മണിക്കൂറോളം 3/4 മണിക്കൂറോളം നീണ്ടു എന്നുള്ള കാര്യം നമ്മളും അറിഞ്ഞതാണല്ലോ ആ ദൃശ്യങ്ങളിലൂടെ. അപ്പോൾ ആ ഉറപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം പുറത്തു പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട ആരോപണങ്ങളിൽ ശരിയായ അന്വേഷണം എന്നുള്ളതാണ്. അതിൽ P ശശിയുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് അദ്ദേഹം പറഞ്ഞത് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ P ശശിയുമായി ബന്ധപ്പെട്ടും ഒരു നടപടി പ്രതീക്ഷിക്കണം എന്നാണോ ഈ മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല സ്മൃതി, ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കാര്യമല്ല അവിടെ നടന്നത്. P ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല CM-മായി അൻവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അൻവർ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഉന്നയിച്ചിരുന്ന പൊതുമണ്ഡലത്തിൽ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്ന പരാതികൾ, അങ്ങനത്തെ പരാതി ഉന്നയിച്ചുകൊണ്ട് മാത്രം ആർക്കുമെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അത് അൻവറിനും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. അപ്പോൾ അങ്ങനെ നടപടിയെടുക്കണമെങ്കിൽ ഒന്ന് രേഖാമൂലം പരാതി വേണം. എങ്കിൽ പോലും ഈ ഉന്നയിക്കപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് DGP ഏൽപ്പിച്ചിരുന്നു. 30 ദിവസത്തിന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴാണ് രേഖാമൂലം പരാതി വരേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. ആ പരാതികളാണ് ഇന്ന് അൻവർ കൊടുത്തിട്ടുള്ളത്. ആ പരാതികൾ കൊടുത്തു. ജയേന്ദ്രൻ ഒന്ന് ഇടപെട്ട് പറയുകയാണ്, ഈ പറഞ്ഞത് ശരിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ എഴുതി നൽകിയിട്ടുണ്ട്, രേഖകളോടുകൂടിയുള്ള പരാതികൾ എഴുതി തന്നെ കൊടുത്തിട്ടുണ്ട്, പുറത്തു പറഞ്ഞ കാര്യങ്ങൾ. അതോടൊപ്പം അദ്ദേഹം ഏറ്റവും അധികം സമയമെടുത്തത് P ശശിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന പരാതികൾക്കായിരുന്നു എന്ന് ആധികാരികമായി തന്നെ നമ്മൾ പറയുകയാണെന്നേ. ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അൻവർ കൂടിക്കാഴ്ചയായിരുന്നു, വേറെ ഒരാളും ആ കൂടിക്കാഴ്ചയിൽ ഇല്ലായിരുന്നു. അതെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് സ്മൃതി, ഞാനും ആധികാരികമായിട്ട് ഉത്തരവാദിത്തോടെ തന്നെയാണ് പറയുന്നത്. ആ കൂടിക്കാഴ്ചയിൽ P ശശിക്കെതിരെ ഇതുവരെ അൻവർ ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് ഒരു ആരോപണം പോലും ഇന്ന കാര്യത്തിൽ P ശശി ഇന്നത് ചെയ്തു എന്ന് അൻവർ ഉന്നയിച്ചിട്ടില്ല. ഈ കൊടുത്ത പരാതിയിലും അങ്ങനെയില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ശശിയുടെ നിഷ്ക്രിയത്വം, ഉത്തരവാദിത്വം ഇല്ലായ്മ, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ ഇനാക്റ്റീവാണ് എന്നുള്ള വിമർശനം, ഇതൊക്കെയുണ്ട്. അതും ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല പ്രശ്നം മറ്റേത് തന്നെയാണ്. ADGPയുടെ പ്രശ്നമാണ്. P
പിന്നെ SP ആയിരുന്ന പത്തനംതിട്ട SP ആയിരുന്ന ആളുടെ പ്രശ്നമാണ്. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങളാകെ അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റൂ. അന്വേഷണത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ചോദ്യം. അതാണ് രാജു പി നായർ പറഞ്ഞത്. അദ്ദേഹത്തിനെതിരായ അന്വേഷണം അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണോ നടത്തുന്നത്? എന്നിട്ട് റിപ്പോർട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുമോ? എങ്ങനെയാണ് അതിന്റെ രീതി? അല്ല, അത് രാജു പി നായർക്ക് കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ആളോ കാര്യങ്ങൾ പഠിക്കാത്ത ആളോ ആണെന്ന് ഞാൻ കരുതുന്നതേയില്ല. ഇവിടെ ഈ CRPC പ്രകാരം രാജു പി നായർ പറഞ്ഞത് ശരിയാണ്. എന്താണ് അന്വേഷിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇന്റേണൽ സർക്കുലറുകളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതത് DGPമാർ നൽകുന്ന ഇന്റേണൽ സർക്കുലർ പ്രകാരമാണ് കേസുകൾ അന്വേഷിക്കാറുള്ളത്. ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ DYSP മുതൽ മുകളിലോട്ടുള്ളവരാവും. അത് കേരളത്തിലെ മാത്രമായി പുതുതായി കണ്ടുപിടിച്ച നിയമമൊന്നുമല്ല. CRPCയിൽ അതില്ല. ശരിയാണ്. പക്ഷേ ഞാൻ ഇപ്പൊ ഉദാഹരണം ഈ കേസ് എടുത്തോളൂ. ADGPക്കെതിരെ മറ്റേ റിയൽ എസ്റ്റേറ്റ് ആരോപണമുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ആരോപണം അന്വേഷിക്കാനായിട്ട് DGP ദർവേഷ് സാഹിബ് നാട്ടിലിറങ്ങി നടന്ന് തെളിവ് ശേഖരിക്കണം, സ്റ്റേറ്റ്മെന്റ് എടുക്കുമോ? അങ്ങനെയാണ് അന്വേഷിക്കുന്നത്? അങ്ങനെയല്ല അന്വേഷിക്കുന്നത്. അത് SP-മാരാണ് അന്വേഷിക്കുക. സാമ്പ്രദായികമായ അന്വേഷണ രീതി, നിയമപരമായ അന്വേഷണ രീതി അങ്ങനെ തന്നെയാണ്. ധാർമ്മികമായി താങ്കൾക്ക് പറയാം, അത് ശരിയല്ലെന്ന് പറയാം. പക്ഷെ ലീഗലി അത് 100% കറക്റ്റാണ്. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെ തന്നെ അങ്ങനെ തന്നെ വേണം അന്വേഷണം എന്നുകൂടി അനുശാസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ DGPക്ക് അതിൽ അതൃപ്തി ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ശ്രീ ജയചന്ദ്രൻ. അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ കടുത്ത ആരോപണങ്ങൾ, കൊലപാതകം, സ്വർണ്ണക്കടത്തടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ അടക്കം ചെയ്തു എന്ന് ഭരണപക്ഷ MLA തന്നെ ആരോപിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അവിടെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടി അറിയുന്ന രൂപത്തിൽ ഒരു അന്വേഷണം നടത്തട്ടെ, അതാണ് അതിന്റെ രീതി എന്നാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീ NP ബാലകൃഷ്ണൻ കുറച്ചുകൂടി പറയാനുണ്ടാവും ആ കാര്യത്തിൽ. അല്ല, ഞാനതാണ് പറഞ്ഞു വന്നത്, സ്മൃതിയോട് പറഞ്ഞു വന്നത് അതാണ്. അത് പൂർത്തിയാക്കാൻ താങ്കൾ അനുവദിക്കാത്തതുകൊണ്ടാണ്. ഈ SP സുജിത് ദാസിന്റെ കാര്യത്തിൽ DGPയുടെ നിർദ്ദേശപ്രകാരം തന്നെ DIG മാഡം അന്വേഷണത്തിന് അവരോട് ആവശ്യപ്പെടുകയും DGP അവരോട് അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും അവർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചുമതല കൊടുത്തിട്ടില്ല. പുറകെ വരുന്നു. ഞാൻ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു. സമയമുണ്ടല്ലോ, പതുക്കെ മതി. വലിയ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തിയാക്കാൻ പ്ലീസ് അനുവദിക്കൂ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. അപ്പൊ അതാണ് അവരുടെ കാര്യം, ഈ SP-യുടെ കാര്യം. മറ്റത് ഞാൻ മുമ്പേ പറയുകയായിരുന്നു. അത് ഈ പറഞ്ഞ ADGPയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. പരമാവധി 4-5 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന എന്താണ്, ആ ചുമതലയിൽ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. 4 ദിവസം വരെ വേണ്ടി വരുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ അത്രയും പറയുന്നു. അൻവറിന് റോൾ ഇല്ല ഈ കാര്യത്തിൽ അല്ലേ? അൻവർ പറഞ്ഞുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അൻവർ പറയുന്നത് എന്തായിരുന്നു? അവിടെ വലിയ അധികാര ശക്തിയായി ശശി പ്രവർത്തിക്കുന്നു. ഒരു ഗുരുതരമായ ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എത്താൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ ഒരു വൻമതിലായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശശി അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്ന രീതിയിലാണോ ഈ ആലോചന പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് കൂടി ഈ പരാതികളുടെ കോപ്പി കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിയോട് ആവശ്യപ്പെടണ്ടല്ലോ. അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധികാര കേന്ദ്രം തന്നെയാണ്. അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, പരസ്യമായിട്ടുള്ള കാര്യമാണ്. അത് രഹസ്യം പോലും അല്ല. അധികാര കേന്ദ്രം തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അതങ്ങനെ തന്നെയാണെന്നേ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, PV അൻവർ ശശി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തു എന്ന ആക്ഷേപമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനാക്റ്റീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപമുണ്ട്, ആരോപണമുണ്ട്. അത് പാർട്ടിയുടെ മനസ്സിലുമുണ്ട്, പാർട്ടിയുടെ ഉള്ളിലുമുണ്ട്. പാർട്ടി അത് അക്കാര്യത്തിൽ ശശി ആവശ്യമായ കറക്ഷൻസ് വരുത്താൻ ബാധ്യസ്ഥനാണ്, തെറ്റ് തിരുത്താൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ശശിയുടെ പേരിൽ എന്തെങ്കിലും അന്വേഷണത്തിൽ ഇനിയിപ്പോൾ DGP അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണത്തിൽ എന്തെങ്കിലും കുറ്റം തെളിയുകയാണെങ്കിൽ ശശി നടപടി നേരിടേണ്ടി വരും. അതല്ലാത്ത പക്ഷം ശശിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഇനാക്റ്റീവ്നെസ്,
അത് മാറ്റാൻ ശശി പാർട്ടിയുമായി ചേർന്ന് അങ്ങനെ ഇനാക്റ്റീവ്നെസ് എന്ന രൂപത്തിലല്ല എം വി ഗോവിന്ദന്റെ പ്രതികരണം വന്നിരിക്കുന്നത്, ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് RS രാജീവ്, BJP പ്രതിനിധി. ഇന്ന് വന്നിരിക്കുന്ന BJP നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഒന്ന് കെ സുരേന്ദ്രൻ്റെതായിരുന്നു, ഒന്ന് PK കൃഷ്ണദാസിനാണ്. PK കൃഷ്ണദാസ് പറഞ്ഞത് ഒരു തലവന്റെ കീഴിലെ 2 മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ്. ADGPയുടെ പക്കൽ അൻവർ പൊട്ടിച്ചതിനേക്കാൾ വലിയ ബോംബുണ്ടത്രേ. ആ ബോംബ് പൊട്ടിയാൽ മുഖ്യമന്ത്രിക്ക് സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് PK കൃഷ്ണദാസ് പറയുന്നത്. അപ്പുറത്ത് കെ സുരേന്ദ്രനാകട്ടെ CPM നേതാക്കളെ വരെ പിണറായി കബളിപ്പിക്കുകയാണ്. പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെക്കണം, MV ഗോവിന്ദൻ കാശിക്ക് പോകണം എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ADGP MR അജിത് കുമാറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് അല്ലേ? ഞങ്ങൾ ADGP അനിൽകുമാറിനെ വെള്ളപൂശിയിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ADGP അനിൽകുമാർ ആയിരുന്നാലും ശശി ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും, അതെ അജിത് കുമാർ അദ്ദേഹമായിരുന്നാലും ശശി ആയിരുന്നാലും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് സുരക്ഷിത വേകേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിനെ എതിരായിട്ട് ഭരണപക്ഷത്തിലെ തന്നെ ഒരു MLA ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ ഓഫീസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അല്ലാതെ ശശിയുടെ ഓഫീസോ ADGPയുടെ ഓഫീസോ ശിവശങ്കറിൻ്റെ ഓഫീസുമല്ല. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കേരളത്തിലെ തന്നെ ഭരണപക്ഷത്തുള്ള ഒരു MLA അവിശ്വാസം രേഖപ്പെടുത്തുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സ്മൃതി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സേന DGPയുടെ കീഴിൽ ഒരു സംവിധാനവും ADGPയുടെ കീഴിൽ വേറൊരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കേട്ടുകേൾവിയില്ലാതെ ഇന്ത്യയുടെ സേനയെ, കേരളത്തിന്റെ സേനയെ, പോലീസ് സേനയെ 2 ഗ്രൂപ്പുകളായി മാറ്റുകയാണ്. ഞാൻ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. നിങ്ങൾ PR ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എടുത്ത നിലപാടുണ്ട്. ശിവശങ്കറിനെതിരെ ഏത് രൂപത്തിലാണ് നിങ്ങൾ പോയത് എന്നറിയാമല്ലോ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് PR ശിവശങ്കറുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു നിലപാടെടുത്തിരുന്നത്? ഇപ്പോൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം, പാർട്ടി സെക്രട്ടറി കാശിക്ക് പോകണം എന്നാണ് പറയുന്നത്. MR അജിത് കുമാറിനെതിരെ നിങ്ങൾക്ക് മൃദുസ്വരമാണ്. കാരണം എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. കാരണം അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റമാണിപ്പോൾ PV അൻവർ ആരോപിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പുതിയ നിയമപ്രകാരം രാജ്യദ്രോഹ കുറ്റമല്ലേ? വലിയ ആരോപണങ്ങളല്ലേ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന ആരോപണമല്ലേ? ഇതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? MR അജിത് കുമാറിനെതിരെ നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ 2 വാചകം പറയൂ. ഇന്നലെയായിരുന്നാലും മെനിങ്ങാന്നായിരുന്നാലും ഇന്നായിരുന്നാലും ഇന്ന് ശ്രീ V മുരളീധരൻ ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. MR അജിത് കുമാറിനെതിരെ പറയുന്നതിനോടൊപ്പം തന്നെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആര്? സ്മൃതി ഒരു മിനിറ്റ് കേൾക്കണം. MR അജിത്തിനെ സംരക്ഷിക്കുന്നത് ആര്? ഈ രാജ്യദ്രോഹിയായിട്ടുള്ള വ്യക്തിയെ സംരക്ഷിക്കുന്നത് ആര്? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് പോകേണ്ടത് കേരളത്തിലെ DGP ആണ്. ആ DGPയെ മാറ്റി നിർത്തി ADGPയെ പറഞ്ഞു വിടുന്ന ആരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ലേ? അപ്പൊ കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ലേ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ലേ പ്രതി എന്ന് പറയുന്നത്? ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തി ഒരു ADGP എന്ന് പറയുമ്പോൾ ഇപ്പോഴും മൗനത്തിലിരിക്കുന്ന ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ഇന്നിപ്പോ അൻവർ തിരിച്ചു പറയുന്നു. നമുക്ക് ആർക്കും പറയാം, എനിക്കോ സ്മൃതിക്കോ അറിഞ്ഞൂടാ അൻവർ എന്തുകൊണ്ട് കീഴടങ്ങി മുഖ്യമന്ത്രിയുടെ മുന്നിൽ. അപ്പൊ ഈ RS രാജീവ് അൻവർ കീഴടങ്ങി എന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? സ്മൃതി, ഇന്നലെ വരെ കണ്ട പുലിയല്ലോ, ഇന്നലെ വരെ കണ്ട എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുമായി 45 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി വന്ന ശേഷം മുഖ്യമന്ത്രിയുമായി 45 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി വന്ന ശേഷം വീണ്ടും വെല്ലുവിളിക്കണമായിരുന്നു. അങ്ങനെയാണോ? വീണ്ടും വെല്ലുവിളിക്കണമായിരുന്നു. അങ്ങനെയാണോ? ഞാൻ പറയട്ടെ സ്മൃതി, വന്ന ശേഷം പറഞ്ഞെന്താ? പിന്നെ ഇന്നലെയൊക്കെ വെല്ലുവിളിച്ച് വന്നിറങ്ങിയ ശേഷം പറഞ്ഞെന്താ? വന്നിറങ്ങിയ ശേഷം പറഞ്ഞെന്താ? ഞാൻ സഹാവിനോട് എല്ലാം പറഞ്ഞു, സഹാക്കളെല്ലാം എങ്ങനെയാണ് എങ്കിൽ പിന്നെ ഇന്നലെ മെനിങ്ങാന്ന് പറഞ്ഞെന്തിനാ?
ഇന്നലെ മെനിയാന്ന് എന്തിനാ പ്രതികരിച്ചത്? സഹാബിനോട് പോയി പറഞ്ഞാൽ പോരായിരുന്നോ? സഹാബിനോട് പോയി പറഞ്ഞാൽ പോരായിരുന്നോ ഇത്രയും വിഷയങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത്? ഞാൻ കേൾക്കട്ടെ, തെളിവുകൾ കൊണ്ടെടുക്കാനാണെങ്കിൽ തെളിവ് എന്താ? അൻവർ ആദ്യം പറഞ്ഞെന്താ? ഞാൻ വാദിയെയും പ്രതികളെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിർത്തും. എന്തോ നിർത്താൻ തയ്യാറാക്കാത്തത്? ഞാൻ സഹാബിന് കീഴടങ്ങി, ഞാൻ സഹാബിനോട് പറഞ്ഞിട്ടുണ്ട് ശഹാബ് എല്ലാം നോക്കും, പാർട്ടിയുടെ കോടതിയും പോലീസും അന്വേഷിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അൻവർ കീഴടങ്ങിയാ? അപ്പോൾ അൻവർ കീഴടങ്ങിയാണ്. ശരി, അൻവർ പറയാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി മതിയാക്കി സഹാബിനോട് പറഞ്ഞു, ഞാൻ എന്റെ പണി കഴിഞ്ഞു, ഒന്നാം ഘട്ടം അവസാനിച്ചു, ഇനി രണ്ടാം ഘട്ടമില്ല. പിണറായി വിജയൻ പറഞ്ഞു എല്ലാം ശരിയാക്കാം, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു എല്ലാം ശരിയാക്കാമെന്ന് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം, ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ആവശ്യം BJPക്കുണ്ടോ? തീർച്ചയായിട്ടും അതാണല്ലോ പറയുന്നത്, മാറ്റി നിർത്തണം. കാരണം ഈ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളാണ് ADGP എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്താൻ സാധിക്കില്ല. അത് BJP അസന്നിഗ്ധമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം, ആ അന്വേഷണം ഇത് അട്ടിമറിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള വ്യക്തിയോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അദ്ദേഹത്തിനെ ഈ ചുമതലയിൽ ഇരുത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള ADGPയെ സഹായിച്ചിട്ടുള്ള കൊടും ക്രിമിനലായിട്ടുള്ള രാജ്യദ്രോഹിയായിട്ടുള്ള ADGPയെ സഹായിച്ചിട്ടുള്ള P ശശിക്കെതിരെ P ശശിയും ഈ കുറ്റത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ എല്ലാ ഉറവിടമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതെല്ലാം കണ്ടിട്ടും ഒരിക്കൽ കള്ളക്കടത്ത് നടന്ന ഒരു ഓഫീസാ, ആ ഓഫീസിനകത്ത് വീണ്ടും കള്ളക്കടത്തും ലഹരി മാഫിയകളുടെയും അതോടൊപ്പം തന്നെ കൊലപാതകളുടെയും കേന്ദ്രമായി മാറണമെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നല്ലേ പറയാൻ പറ്റൂ. ഒരു വട്ടം ഒരാൾക്ക് പറ്റും, സ്ഥിരം പറ്റാൻ വേണ്ടിയിരുന്നാൽ അപ്പോ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP പറയുന്നത്. ശരി, ശ്രീ NP ബാലകൃഷ്ണൻ, അദ്ദേഹം റിട്ടയർഡ് ഇന്റലിജൻസ് SP ആണ്. ശ്രീ NP ബാലകൃഷ്ണൻ, ഇപ്പോൾ ഞാൻ ഇന്നലെയും ചോദിച്ചതാണ്, ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം അത് സാധ്യമല്ല എന്നാണോ? കാരണം ഇന്നിപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പറഞ്ഞ അതിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങളുണ്ട്, ആ നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കൂ എന്നാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല എന്ന് മുഖ്യമന്ത്രി MLAയോട് പറയുന്നു. അങ്ങനെയാണോ കാര്യങ്ങൾ? താങ്ക് യു സ്മൃതി. ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് 4 പോയിന്റിലേക്ക് ചുരുക്കാം. ഒന്ന്, നിലമ്പൂർ MLA ശ്രീ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. അതേ PV അൻവർ തന്നെ ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. മൂന്നാമതായിട്ട് അൻവറിൻ്റെ ആക്ഷൻസ്. നാലാമതായിട്ട് അതിന് ഗവൺമെൻറ് റെസ്പോൺസ്, ഈ അലിഗേഷൻസ്. ഇങ്ങനെ 4ആയി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ കാര്യം നമുക്കെടുക്കാം. PV അൻവർ ADGP അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഒന്ന്, അദ്ദേഹം കൊലപാതകത്തിന് കൂട്ടുവന്നു, അല്ലെ കൊലപാതകം ചെയ്യിച്ചു എന്ന്. യാതൊരു തെളിവുകളും അദ്ദേഹത്തിന് ഹാജരാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് തരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം കസ്റ്റംസ് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹം ഹാജരാക്കിയോ? മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരടക്കമുള്ള ആൾക്കാരുടെ ഫോൺ ചോർത്തുന്നു. ആരായി പറഞ്ഞതെന്ന് ഞാൻ പിന്നീട് വരാം, മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് പറയാം. ഈ 3 പോയിന്റിനും തന്നെ യാതൊരു തരത്തിലുള്ള എവിഡൻസോ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും തെളിവുകളോ ഒരു പോയിന്റുകളോ കൊടുക്കാനായിട്ട് PV അൻവറിന് സാധിച്ചിട്ടില്ല. 4ാമത്തെ പോയിന്റ്, ഒരു സ്പെസിഫിക് അലിഗേഷനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. MR അജിത് കുമാർ 10 സെൻറ്റ് സ്ഥലം കവടിയാറിൽ ലക്ഷക്കണക്കിന് രൂപ സെൻറ്റിനുള്ളതായ സ്ഥലം വാങ്ങിച്ചു എന്നുള്ളത്. നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. 2004 അദ്ദേഹം തിരുവനന്തപുരം കൊട്ടാരത്തിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതിന് മുഴുവൻ സംഖ്യയും സ്റ്റാമ്പ് ഡ്യൂട്ടിയായി കാണിച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം കൊട്ടാര സദൃശ്യമായ ഒരു വീട് പണിയുന്നു, 12,000 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് 4,000-ലേക്ക് ചുരുങ്ങി. ഇനിയും ചുരുങ്ങുമോ എന്നുള്ളത് നമുക്കറിയില്ല.
3 സ്റ്റോറിയുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നു. ഞാൻ അന്വേഷണം നടത്തി, 6700 ആണ്, 4000 അല്ല. വേണ്ട രീതിയിൽ ചോദിച്ചു. അപ്പോഴും മനസ്സിലാ 6700 ആയിക്കോട്ടെ. ഈ 35 വർഷം സർവീസുള്ളതായ 35 വർഷം 6500 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥ 6700 പിന്നെ ഒരു വീട് പണിയണമെങ്കിൽ ഒരു 1.5 കോടി രൂപയോ 2 കോടി രൂപയോ വേണ്ടി വരും. 1.5 കോടി രൂപ അദ്ദേഹം SBIയിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. ഈ സ്പെസിഫിക് അലിഗേഷൻ ഈസ് റെഫ്യൂട്ടഡ് ആൻഡ് നോട്ട് പ്രൂവ്ഡ് ആൻഡ് ഡിസ്പ്രൂവ്ഡ്. ഇതാണ് അൻവറിൻ്റെ ഒരു അലിഗേഷൻ. നമ്പർ 2, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആക്ഷേപം. അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അലിഗേഷൻ, മുഖ്യമന്ത്രി ഇട്ട ഓർഡറുകൾ തിരുത്തിയോ, മുഖ്യമന്ത്രി ഇട്ട ഏതെങ്കിലും ഓർഡറുകൾ പിന്നെ അനുസരിച്ചിരുന്നോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇട്ടതായ ഏതെങ്കിലും പിന്നെ ഉത്തരവുകൾ അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സമയത്ത് പാസ് ചെയ്യാതിരുന്നോ, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അലിഗേഷൻ പി ശശിക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം പി ശശിയെ സംബന്ധിച്ചിടത്തോളം പി ശശി വളരെ ഇൻ്റലിജൻ്റ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, ആൻഡ് ഹീസ് എഫിഷ്യൻ്റ് ഓൾസോ. ആ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് യോഗ്യനായിട്ട് ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ അൻവർ കാരാട്ട് റസാക്ക് പിന്നെ ജലീലിൻ്റെ ആ അച്ചുതണ്ടിനെ അവിടെ സ്വാധീനം കുറഞ്ഞു. നേരത്തെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുള്ള സമയത്ത് അവിടെ ഉള്ളതായ അവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും കൃത്യമായി പഠിക്കുന്ന ഒരു പിന്നെ മനുഷ്യനാണ് പി ശശി. ആരെ എവിടെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ഏത് തരത്തിൽ സർക്കാരിന് അനുകൂലമായിട്ടും പാർട്ടിക്ക് അനുകൂലമായിട്ടും കൊണ്ടുവരണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ അച്യുതണ്ട് മറ്റൊരു ADGPക്കെതിരായിട്ടുള്ള ഒരു റെവലേഷൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പുറത്തു വരുമോ അറിയില്ല. എന്താ കാരണം? ഇന്ന് AMVA ഗ്രൗണ്ടിലേക്ക് അയക്കരുത്, ഇന്ന് MVAയെ നിങ്ങൾ ടെസ്റ്റിന് അയക്കാൻ പാടില്ല, ഈ രീതിയിൽ പറയുന്ന സമയത്ത് അത് അനുസരിക്കാത്ത ADGPമാരാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. താങ്കൾ ഈ പറയുന്ന വാദത്തിന് അംഗീകരിക്കുകയാണെങ്കിൽ ശ്രീ ബാലകൃഷ്ണൻ, ഒരു ഇടയ്ക്കുന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മുഖ്യമന്ത്രിക്ക് അവരോട് നല്ല താല്പര്യമുണ്ടെങ്കിൽ ആ പരാതി ഉന്നയിക്കുന്നവരുടെ പരാതി കേൾക്കാൻ പോലും തയ്യാറാകുകയില്ല എന്ന് മാത്രമല്ല അതിശക്തമായി അതിനോട് പ്രതികരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ സേനയുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിലും പോലീസ് സേനയുടെ മനോവീര്യം തകർക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ എന്താണെന്നുള്ളത് നമുക്കറിയോ? അത് അൻവറിനും മുഖ്യമന്ത്രിക്കും മാത്രമേ അറിയൂ. മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് നമുക്ക് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖഭാവം എന്താണെന്ന് അറിയില്ല. പിന്നെ അദ്ദേഹം എല്ലാ സമയത്തും അങ്ങനെ മുഖം വീർപ്പിക്കുകയോ അല്ലെങ്കിൽ മുഖം ചെയ്യില്ല. അദ്ദേഹം മുഖ്യമന്ത്രി വളരെ ഇന്റലിജന്റ് ആയ ആളാണ്. അദ്ദേഹത്തിന് PV അൻവറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, PV അൻവറിന് വേണ്ടുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല. ഈ നടക്കാത്തതായ ആളുകളുടെ ബേജാറും ബന്ധപ്പാടുമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ള ആക്ഷേപത്തിൻ്റെ പ്രധാന കാരണം. അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾക്കറിയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ, ഇതിനു മുമ്പ് 2 പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഓഫീസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ അവിടെ എന്തുമാത്രം അടുക്കും ചിട്ടയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അജിത് കുമാർ എന്ന് പറയുന്ന അവർ പറഞ്ഞാൽ കേൾക്കാത്തതായ ഈ അച്ചുതണ്ടുകൾ പറഞ്ഞ് കേൾക്കാത്തതായ ഈ അച്ചുതണ്ടിന് പ്രത്യേകതയുണ്ട്. ഇവരെപ്പോഴാണ് CPIMലേക്ക് വന്നതെന്നും വന്ന സാഹചര്യം എന്താണെന്നും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തിനാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ ഡ്യൂബിയസ് ആണ്, ഡൗട്ട്ഫുൾ ആണ്. അതിരിക്കട്ടെ, 3ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ PV അൻവറിൻ്റെ റെസ്പോൺസ്. നിങ്ങൾ അറിയണം, മനസ്സിലാക്കേണ്ടവരുണ്ട്. സ്മൃതി ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയുടെ ഫോൺ ഞാൻ ചോർത്തി എന്ന് മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഇത് മണിക്കൂർ 100 ആകുന്നു. ഇന്ന് വരെ അൻവറിൻ്റെ പേരിൽ ഒരു നടപടി എടുത്തിട്ടില്ല. ADGPയുടെ ഭാര്യയായി പോയി എന്നൊരു കാരണം കൊണ്ട് ആ സ്ത്രീ എന്തിനു സഹിക്കണം? നാളെ സ്മൃതി അൻവറുമായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഉടക്കിയാൽ സ്മൃതിയുടെ ഫോണും ഇതുപോലെ വരട്ടാപ്പിയില്ലേ? ആരധികാരം കൊടുത്തു? എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഇതിന് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് വനിതാ സംഘടനകൾ പ്രതികരിച്ചില്ല? ADGPന്റെ ഭാര്യ ആയതുകൊണ്ട് അവരൊരു വനിതയല്ലേ? ഒരു വനിതക്കെതിരായിട്ടുള്ള അട്രോസിറ്റി അല്ലേ അത്? അതിന് നടപടി എടുക്കണ്ടേ? സ്മൃതി
മറുപടി പറയാനുള്ള സമയം തരണേ കുറച്ച്. നമുക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ രാജു പി നായർ ഇപ്പോൾ ഒരു കോൾ വന്നാണ് സ്മൃതി. ശ്രീ രാജു പി നായർ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പി ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ജീവന് പിന്നെ ഭയമുണ്ട്. ശരി, ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ വലിയ വെളുപ്പിക്കൽ നടക്കുന്നു. വലിയ വെളുപ്പിക്കൽ നടക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഓർമ്മിക്കാം. പി ശശിക്കുള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ CPM കൊടുത്തിട്ടുണ്ട്. പി ശശിക്കുള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ CPM കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകളുടെ പരാതി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പാർട്ടിയിൽ നിന്ന് തന്നെ മുൻപ് പുറത്താക്കപ്പെട്ട വ്യക്തിയാണല്ലോ അദ്ദേഹം. കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് എന്നെ രോഗാതുരനാക്കിയെന്നാ പറഞ്ഞത്. ഇല്ലേ എനി സ്മൃതി, ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ ADGP സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് P വിജയനെ സസ്പെൻഡ് ചെയ്തത്? IPS ആയിരുന്നല്ലോ. ഒരു തീവണ്ടി പേരത്തൂർ തീവെപ്പ് കേസിലെ പ്രതി തിരിച്ചു വന്നപ്പോൾ ആ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് P വിജയനെ സസ്പെൻഡ് ചെയ്തല്ലേ? ആരാ സസ്പെൻഡ് ചെയ്തത്? ADGP അജിത് കുമാർ. ഇല്ലേ? ഇവിടുത്തെ പിണറായി നിരീക്ഷകന് നാണമുണ്ടോ ഇതൊന്ന് പറയാനായിട്ട്? നമുക്ക് കാത്തിരിക്കാം. ശ്രീ രാജു പി നായർ, ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കും. നമുക്ക് അടുത്ത ദിവസം എന്തായാലും ഇതിന്റെ തുടർച്ചയുണ്ടാകും. നമുക്ക് നോക്കാമല്ലോ. 4-5 ദിവസത്തിനുള്ളിൽ ADGPയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ശ്രീ ജയേന്ദ്രൻ പറയുന്നത്. നമുക്ക് നോക്കാം. വളരെ നന്ദി ശ്രീ രാജു പി നായർ, ശ്രീ M ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് RS രാജീവ്, NP ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ശ്രീ VS സുനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്.